വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഓർഗാനിക് കെമിസ്ട്രിയുടെ ആൽക്കെയിൻസിനെ കുറിച്ചിട്ട് വിശദമായിട്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് നമ്മൾ വിളിക്കുന്നത് ആൽക്കെയിൻസിനെയാണ്. അതെങ്ങനെ അതിന്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചർ വരക്കാം, സ്ട്രക്ചറൽ ഫോമുല എങ്ങനെ, കണ്ടൻസ്ഡ് ഫോമുല എങ്ങനെ, മോളിക്കുലർ ഫോമുല എങ്ങനെ എന്നുള്ളതൊക്കെ വിശദമായിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കീൻസിന്റെയും ആൽക്കൈൻസിന്റെയും സ്ട്രക്ചേഴ്സ് എങ്ങനെ വരക്കുന്നു എന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള ഏരിയ ആണ്, നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, ആൽക്കീൻസ്. അപ്പൊ എന്താണ് ആൽക്കീൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നത് തന്നെയാണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബേസിക് കാര്യങ്ങൾ. കാർബണിന്റെയും ഇടക്കായിട്ട് ഹൈഡ്രോ കാർബൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സ് ആണ്. അതിൽ കാർബണിന്റെ രണ്ട് കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ട് ആണ് കാണപ്പെടുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ആൽക്കീൻസ് ആണെന്ന് പറയാൻ പറ്റും. അതായത് കാർബൺ ഹൈഡ്രജൻ മാത്രമുള്ള കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ മാത്രമുള്ള കോമ്പൗണ്ട്സിൽ ഏതെങ്കിലും രണ്ട് കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ട് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കാൻ പറ്റും? നമുക്ക് ആൽക്കീൻസ് കാറ്റഗറിയിൽ അതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കാം. ആൽക്കീൻസിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ആ കാർബണിന്റെ കേസിൽ ഓൾറെഡി ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. കാർബണിന്റെ വാലൻസി 4 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാർബണിന്റെ വാലൻസി 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ 4 ആറ്റംസുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഓൾറെഡി തൊട്ടടുത്ത കാർബണുമായിട്ട് 2 ബോൺസ് വന്നു കഴിഞ്ഞു. ഇനി എത്ര ബോൺസ് പോസിബിൾ ആണ്? അതിന്റെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 2 ബോൺസ് കൂടെ പോസിബിൾ ആണ്. ഇപ്പൊ 2 ബോൺസിലും ഹൈഡ്രോ കാർബൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഹൈഡ്രജൻ നമുക്ക് വരക്കാം. ഓക്കെ, 2 ബോൺസിലും ഹൈഡ്രജൻ വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരക്കാലോ. കാരണം ഈ ഒരു കാർബൺ കൺസിഡർ ചെയ്യുവാണെങ്കിലും അതിന് ഓൾറെഡി 2 ബോൺസ് ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളത് അതിന് ഓൾറെഡി ഈ ഒരു കാർബൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഓൾറെഡി 2 ബോൺസ് അല്ലെങ്കിൽ മറ്റൊരു കാർബണുമായിട്ട് 2 ബോൺസ് ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി 2 ബോണ്ട് കൂടിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. അത് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയാം? ആൽക്കീനിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ തൊട്ടടുത്തായിട്ട് നമ്മൾ ഇപ്പോൾ ഓൾറെഡി വരച്ച കാര്യം തന്നെ നമുക്ക് സ്ട്രക്ചറൽ ഫോമുല ആയിട്ട് വരക്കാം. അതോടൊപ്പം തന്നെ അതിന്റെ കണ്ടൻസ്ഡ് ഫോമുലയും മോളിക്കുലർ ഫോമുലയും കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മൾ തൊട്ട് മുൻപേ വരച്ച സ്ട്രക്ചർ ആയതുകൊണ്ടാണ് അതിനെ പോസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം. കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ കാർബണും തമ്മിലുള്ള ബോണ്ട് കാണിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ കാർബണിന്റെ ഒപ്പം 2 ഹൈഡ്രജൻ ആണുള്ളത്. അപ്പോൾ CH2. ഇനി ആ കാർബൺ തൊട്ടടുത്ത് എത്ര ബോണ്ടോട് കൂടിയാണ് അടുത്ത കാർബണായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? 2. അപ്പൊ ഡബിൾ ബോണ്ടഡ് ആണ്. ഡബിൾ ബോണ്ടഡ് ആവുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്താണ്? ആൽക്കീൻ ആണ്. ആൽക്കീൻ CH2. ഓക്കെ, ഈ ഒരു കാർബണിനും 2 ഹൈഡ്രജൻ, അടുത്ത കാർബണിനും 2 ഹൈഡ്രജൻ. ഇതിന്റെ മോളിക്കുലർ ഫോമുലയിൽ എത്ര കാർബണിന്റെ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് എഴുതാം. ദിസ് ഈസ് C2H4. C2H4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, തൊട്ടടുത്തായിട്ട് നമ്മൾ മറ്റൊരു സ്ട്രക്ചർ വരയ്ക്കുകയാണ്. 3 കാർബൺ വരുന്ന സ്ട്രക്ചർ വരയ്ക്കുകയാണ്. അതുകൂടി വരച്ചിട്ട് നമുക്ക് നോക്കാം. 3 കാർബൺ വരുന്ന സ്ട്രക്ചർ വരയ്ക്കാം. അതിൽ ഏതെങ്കിലും 2 കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ കൊടുത്തു മാത്രമല്ല, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അതുമായി കൺസിഡർ ചെയ്ത് ബാക്കി എത്ര ഹൈഡ്രജനുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം നോക്കാം. ടോട്ടൽ 4 ബോൺസ് ആണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു ബോണ്ട് മാത്രമേ കാർബണുമായിട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ തൊട്ടടുത്തുള്ള 3 ബോൺസ് കൂടെ വരാം. ആ 3 ബോൺസ് ഞാനിപ്പോൾ വരക്കുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാർബണിനെ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ കാർബണിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് റൈറ്റ് സൈഡിൽ എന്തുണ്ട്? റൈറ്റ് സൈഡിൽ മറ്റൊരു കാർബണുമായിട്ട് 2 ബോൺസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ അതിന് എത്ര ബോൺസ് ഇനി പോസിബിൾ ആണ്? ഒരു ബോണ്ട് കൂടി പോസിബിൾ ആണ്. ടോട്ടൽ 4 ആണ്. ഇവിടെ ഓൾറെഡി 2 + 1 3 ബോൺസ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നാലാമത്തെ ബോണ്ട് നമ്മൾ വരച്ചു. ഇനി ഇവിടെയോ? ഇവിടെ ഓൾറെഡി മൂന്നാമത്തെ കാർബണിനെ കൺസിഡർ ചെയ്ത് ഓൾറെഡി 2 ബോണ്ട് ആയിട്ടുണ്ട്. 2 ബോൺസ് കൂടെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. ഇതിന്റെ നേരെ കണ്ടൻസ്ഡ് ഫോമുല എഴുതാലോ. ആദ്യത്തെ കാർബണിന്റെ ചുറ്റും 3 ബോൺസ് ആണുള്ളത്. 3 ഹൈഡ്രജൻ ആണുള്ളത്. 3 ബോൺസ് അല്ല, 4 ബോൺസ് ഉണ്ട്. പക്ഷെ 3 ഹൈഡ്രജൻ ഒരു കാർബൺ അല്ലേ. അപ്പൊ തൊട്ടടുത്ത കാർബണിന് ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ, CH. മൂന്നാമത്തെ ബോണ്ട് നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കണം. ഡബിൾ ബോണ്ട് ആണെന്ന് കൊടുക്കണം. അവസാനത്തെ കാർബണിന് അവസാനം ഞാൻ വിളിക്കുന്നതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് CH2. അപ്പൊ ടോട്ടൽ എത്ര കാർബൺ, എത്ര ഹൈഡ്രജൻ? C2
അല്ലെങ്കിൽ സോറി C3H6. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിന്റെ റിലേഷൻ നോക്കിയേ. എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ ഉള്ളത് അല്ലെ? കാർബണിന്റെ എണ്ണം നമ്മളിപ്പോൾ മറ്റൊരു കളർ കൊടുത്താൽ കാർബണിന്റെ എണ്ണം നമ്മളിപ്പോൾ N എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2N ആയിരിക്കും. എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആയിരിക്കും ആൽക്കീൻസിന്റെ കേസിൽ ഉണ്ടാവുക. നിങ്ങളോട് റാൻഡം ആയിട്ട് ചോദിക്കുകയാണ്, C10 10 കാർബൺ ഉള്ള ഒരു ആൽക്കീൻ ആണെന്ന് സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ അതിൽ ഹൈഡ്രജൻ ഉണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. 20 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അധികം സമയം കളയാതെ ആൽക്കൈൻസിലോട്ട് കിടക്കാം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെ, സെയിം തന്നെ. അതായത് കാർബണും കാർബണിന്റെ ഇടക്കായിട്ട് ട്രിപ്പിൾ ബോൺസ് വരികയാണെങ്കിൽ, കാർബൺ കാർബണിന്റെ ഇടക്കായിട്ട് ട്രിപ്പിൾ ബോൺസ് വരികയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കൈൻസ്. ആൽക്കൈൻസ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് പെട്ടെന്ന് വരക്കാം. അതായത് ഒരു കാർബൺ അതിന് തൊട്ടടുത്ത കാർബണുമായിട്ട് 3 ബോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ബോൺസ് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കണം, ഞാൻ വരക്കുമ്പോൾ അങ്ങനെ ആവുന്നതാണ് പോയിന്റിലായതുകൊണ്ട്. പിന്നെ കാർബണിൽ ഒരു കാർബണിന് മാക്സിമം 4 ബോൺസ് ആണ് പറ്റും. ഓൾറെഡി 3 ബോൺസ് കാർബണുമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഹൈഡ്രജനും കൂടിയേ പോസിബിൾ ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഇങ്ങനെയാണല്ലോ വരക്കാം. ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്താ? ആദ്യത്തെ കാർബണിന്റെ ഒപ്പം എത്ര ഹൈഡ്രജൻ? 1. എത്ര ബോൺസ് അടുത്ത കാർബണുമായിട്ട്? 3 ബോൺസ്. മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതും? എത്ര കാർബൺ ഉണ്ടോ എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്ത് എഴുതാം. C2H2. മൂന്ന് കാർബണുള്ള ഒരു ആൽക്കീനെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കാർബണിന് ചുറ്റും 3 ബോൺസ് ആയിട്ടുണ്ട്. ഇനി എത്ര ബോൺസ് പോസിബിൾ ആണ്? ഒരു ഹൈഡ്രജൻ ബോണ്ടാണ് പോസിബിൾ ആയിട്ടുള്ളത്. തൊട്ടടുത്ത കാർബൺ നോക്കിയേ, സെക്കൻഡ് കാർബൺ നോക്കിയേ, അതിന് ഓൾറെഡി 3 ബോൺസ് ഇവിടെ വന്നിട്ടുണ്ട്, മറ്റൊരു ബോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി എന്ത് വരും? ഇനി ഒരു ഹൈഡ്രജൻ പോസിബിൾ ആണോ അവിടെ? ഇല്ല, പോസിബിൾ അല്ല. മൂന്നാമത്തെ കാർബൺ ഓൾറെഡി ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. 3 ഹൈഡ്രജൻ പോസിബിൾ ആണ്. 3 ഹൈഡ്രജൻ പോസിബിൾ ആണ്. കണ്ടൻസ്ഡ് ഫോർമുല നിങ്ങൾ തന്നെ വരച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ആദ്യത്തെ കാർബണിന്റെ ഒപ്പം ഒരു ഹൈഡ്രജൻ, രണ്ടാമത്തെ കാർബണിന് ചുറ്റും ഹൈഡ്രജൻ ഇല്ല, മൂന്നാമത്തെ കാർബണിന് ചുറ്റും 3 ഹൈഡ്രജൻ. സോ ഒബ്വിയസ്ലി അതിന്റെ മോളിക്കുലർ ഫോർമുല എന്ത് തന്നെയായിരിക്കും? C3H6 ആണ്. ഇത് റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടിയിൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ 2n - 2 ആയിരിക്കും അതിലുള്ള ഹൈഡ്രജന്റെ എണ്ണം. ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് 2n - 2 ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാർബൺ 7 ഉണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? ആൽക്കൈൻ ആണെങ്കിൽ ഹൈഡ്രജൻ 14, അതിന്റെ ഇരട്ടി 14 2 കുറക്കുക, എത്രയാ? 12 വരും. അങ്ങനെയാണ് നമ്മളിത് വരക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.